2027ലേക്കുള്ള ജെ പ്രിപ്പറേഷൻ നമ്മൾ ഇത്ര നേരത്തെ ആരംഭിക്കേണ്ടതുണ്ടോ? പലരുടെയും സംശയമാണ് അല്ലെ. എന്റെ സംശയമല്ല, നിങ്ങളിൽ പലരുടെയും സംശയമാണ് എന്തിനാണ് ഇത്ര വേഗം നമ്മൾ ആരംഭിക്കണേ. കാരണം +2 ബോർഡ് എക്സാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നാളൊന്ന് റിലാക്സ്ഡ് ആയിക്കോട്ടെ, കുറച്ച് നാൾ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ, എന്നിട്ട് പതിയെ തുടങ്ങിയാൽ പോരെ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ടാവും, കൂടുതൽ ആളുകളോട് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു മറുപടിയാണ്, നമ്മൾ ഇത്രയും നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് എന്താ ഗുണം? മക്കളെ, ജെയ് മെയിൻ ഒരു വർഷം 2 ഫേസുകളിലായിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ ഫേസ് വരുന്നത് ജനുവരിയിലാണ്, രണ്ടാമത്തെ ഫേസ് വരുന്നത് ഏപ്രിലാണ്. ജനുവരി ഫേസിലാണ് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവുണ്ടാവുക. ഓക്കെ അല്ലേ? കാരണം +2 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളെല്ലാം ആക്ച്വലി ഏപ്രിൽ ഫേസിന് വേണ്ടിയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ജനുവരി ഫേസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ ചെയ്യാവുന്ന ഏറ്റവും ഹയസ്റ്റ് പെർസെന്റേജ് സ്കോർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ. അപ്പോൾ ജനുവരി ഫേസ് എന്ന് പറയുമ്പോൾ ജനുവരി അവസാന വീക്കിലാണ് നടക്കുക. ജനുവരി അവസാനത്തേക്ക് നമ്മുടെ മുന്നിൽ എത്ര ദൂരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എത്രത്തോളം നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നോ അത്രയും കൂടുതൽ സമയം നമുക്ക് നമ്മുടെ തിയറി കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കാനും സെൽഫ് പ്രിപ്പറേഷനും ഇതിനെല്ലാം പുറമെ റിവിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ നമുക്ക് റിവിഷന് ഏറ്റവും കൂടുതൽ സമയം കിട്ടണമെങ്കിൽ നേരത്തെ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എത്രയും വേഗം ആരംഭിക്കാം, മാക്സിമം ടൈം എടുത്ത് കൺസെപ്റ്റുകളൊക്കെ നമുക്ക് സിലബസ് എല്ലാം നമുക്ക് കവർ ചെയ്യാം. എന്നിട്ട് എത്രത്തോളം കൂടുതൽ സമയം റിവിഷന് കിട്ടോ അത്രയും കൂടുതൽ നിങ്ങളുടെ റാങ്ക് മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ധീര ബാച്ച്, അതായത് സൈലത്തിന്റെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ ബാച്ചിന്റെ ഓറിയന്റേഷൻ ക്ലാസ് ആണ് ഈ വരുന്ന 29-ാം തീയതി. സോ സൈലത്തിന്റെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചായ ധീര ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബാച്ചിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മുടെ 29th ഏപ്രിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തുടങ്ങുകയാണ് നമ്മൾ, കാരണം നമുക്ക് മാക്സിമം ടൈം വേണം പ്രിപ്പയർ ചെയ്യാൻ. ജനുവരി ഫേസിൽ തന്നെ നമ്മൾ ക്രാക്ക് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്.